ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമായിരിക്കും ഒന്ന് കർത്താവ് എനിക്ക് ഉറപ്പുണ്ട്. ഈ ദിവസങ്ങളിലെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും കർത്താവ് നമ്മുടെ കൂട്ടായ്മയിൽ ധാരാളമായിട്ട് ചൊരിയുന്നു. പ്രിസലോഷ് ഒത്തിരി ഹീലിംഗ് ലോകം മുഴുവൻ നടക്കുകയാണ്. പ്രിസലോഷ് ഇവിടെ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. നമ്മുടെ ഈ ആലയത്തെ, ഈ ചെറിയ ആലയത്തെ ഓർത്തും ഇവിടെ ഒരു ദൈവജനത്തെ ഓർത്തും എന്തോ കർത്താവിന് വലിയ പദ്ധതിയുണ്ട്. പ്രിസലോഷ് ഈ കൃപയുടെ വലിയ ശുശ്രൂഷ ഇവിടെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ ഓരോ പ്രാവശ്യവും ദൈവവചനം നിങ്ങൾക്ക് തരുമ്പോൾ അതെനിക്കൊരു അനുഗ്രഹവും ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രിസലോഷ് കർത്താവ് അത്രമാത്രം കർത്താവ് നമ്മെ അനുഗ്രഹിച്ചു ഉയർത്തും. ഹല്ലേലൂയാ. നാം തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണ്. നാം തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട, പരിശുദ്ധാത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളാണ് ഇരിക്കുന്നത്. എല്ലാവരും ഓർത്തോണം. കർത്താവ് നന്ദി പറയണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. ഓരോരുത്തരും ദൈവമകനും ദൈവമകളുമാണ്. ദൈവമകനും ദൈവമകളുമാണ്. സന്തോഷമായിരിക്കും. സ്ഥിരവർത്തി പറഞ്ഞ ഹല്ലേലൂയാ. നിങ്ങൾ ആരും പൈശാചിൻ്റെ മക്കളല്ല, ദൈവത്തിൻ്റെ മക്കളാണ്. അത് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് അവർക്ക് പറയും ഹല്ലേലൂയാ. അതാണ് 1 യോഹന്നാൻ 3:1. നാം ദൈവമക്കളാണ്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചിരിക്കുന്നത്. നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയാ. നാം ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ. ദൈവം പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണ് നമ്മൾ ഓരോരുത്തരും. അതോടൊത്ത് നമുക്ക് ദൈവത്തെ നന്ദി പറയാം. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ഉച്ചത്തിൽ. അതുകൊണ്ട് നമ്മൾക്കൊന്നും പിശാചിൻ്റെ മക്കളൊന്നുമില്ല. പ്രിസലോഷ് പിശാചിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ. റോമലേഖനം 8:14-15 പറഞ്ഞ പോലെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. സ്ഥിരപ്പെടുത്തി ഹല്ലേലൂയാ. നമ്മെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ നമുക്ക് കൃപ നൽകുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് നാം എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നത്. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ഉച്ചത്തിൽ ഹല്ലേലൂയാ ഹല്ലേലൂയാ. അതായത് പുത്രത്വത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഈ ഇരിക്കുന്നവരിലെല്ലാം പരിശുദ്ധാത്മാവുണ്ട്. ഉണ്ടോ ഇല്ലയോ? എസർ നിങ്ങളെല്ലാം അഭിഷേകം ഉണ്ട് കേട്ടോ. അവർക്ക് പറഞ്ഞത് ഹല്ലേലൂയാ. അഭിഷേകം ഇല്ലെന്ന് നിങ്ങൾ ഒരിക്കൽ കരുതി. നിങ്ങൾക്കെല്ലാം അഭിഷേകമുള്ള മക്കളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരിക്കുന്നതിന് അഭിഷേകം കിട്ടിയ മക്കളാണ്. കർത്താവിന് നന്ദി പറഞ്ഞ് കർത്താവിൻ്റെ മഹത്വപ്പെടുത്തി കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ ഹല്ലേലൂയാ. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 24, 26, 27 നിങ്ങളെ വഴിതെറ്റിക്കുന്നവർ നിമിത്തമാണ് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു. ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ ഹല്ലേലൂയാ. അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. അത് സത്യമാണ്, വ്യാജമല്ല. അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനിൽ വസിക്കുകയും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഇവിടേക്ക് നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ മക്കളാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ കിട്ടിയ മക്കൾ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അപ്പോൾ നമ്മൾ ചിന്തിക്കും, അച്ഛാ നമുക്ക് പീഡകൾ ഉണ്ടാകുന്നുണ്ട്, ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട്. പരിശുദ്ധാത്മാവ് അഭിഷേകം നമുക്കുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പീഡനം കിട്ടുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നേക്കരുത്. പരിശുദ്ധാത്മാവിൽ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളായതുകൊണ്ടാണ് നമുക്ക് പീഡനം കിട്ടും. കൈകളടിച്ച് പറഞ്ഞ് ഹല്ലേലൂയാ. വിശ്വ ആരാധന 2 തിമോത്തി 3:12 പറഞ്ഞല്ലേ, അത് 12. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും. പറഞ്ഞ് യേശുക്രിസ്തുവിനോട് പറഞ്ഞ് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും പീഡിപ്പിക്കപ്പെടും. ഹല്ലേലൂയാ. അപ്പം നമുക്ക് പീഡനങ്ങൾ, പൈശാചിക പീഡനങ്ങൾ, പലവിധ പീഡനങ്ങൾ വരുന്നതിൻ്റെ കാരണം എന്താ? നമ്മൾ ആരുടെ ഐക്യപ്പെട്ട് ജീവിക്കുന്നു? പറഞ്ഞേ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പീഡനങ്ങളെല്ലാം സംഭവിക്കുന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഇപ്പം നമ്മൾ ആരുടെ പക്ഷമാ? ഈശോയുടെ പക്ഷം. നമ്മൾ ആരുടെ കൂടെയാ? നമ്മളിൽ ആര് നിറഞ്ഞിരിക്കുന്നു?
പരിശുദ്ധ ഹല്ലേലൂയ. നാം തെരഞ്ഞെടുക്കപ്പെട്ട മക്കൾ. അതുകൊണ്ടാണ് നമുക്ക് സഹനങ്ങളും പീഡനങ്ങളും കൂടുതലായിട്ടുണ്ടാകുന്നത്, അല്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട മക്കളല്ലാത്തത് കൊണ്ടല്ല. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 1-2 വചനം, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹമുള്ളതിനാൽ നമ്മെ അലട്ടുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം. നമുക്ക് ആ നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. നമ്മുടെ രക്ഷകനും നാഥനുമായി യേശു മിശിഹായെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം. അവൻ്റെ അപമാനം സഹിച്ച് അവൻ നമുക്ക് വേണ്ടി സഹിച്ചു നിന്നു. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം നമുക്ക് ചുറ്റും സാക്ഷികൾ ആരാണ്? രക്തസാക്ഷികൾ. പ്രൈസ് ദി ലോർഡ്. യേശുവിന് വേണ്ടി പീഡനമേറ്റു. കാരണം അവർക്ക് അഭിഷേകം കിട്ടിയവന് സഹനം ഉണ്ടാകുള്ളൂ, അഭിഷേകം ഇല്ലാത്തവന് സഹനം ഉണ്ടാകില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അഭിഷേകം കിട്ടിയവന് സഹനം ഉണ്ടാകുള്ളൂ, അഭിഷേകം കിട്ടാത്തവന് സഹനം ഉണ്ടാകില്ല. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. പോരാ ഉച്ചത്തിൽ പറഞ്ഞേ, ഉച്ചത്തിൽ കൈയടിച്ച് ഒറ്റ വിളി ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് 2 കൊരിന്ത്യർ ശ്രദ്ധിച്ചാണ്. അഭിഷേകം കിട്ടിയ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പൗലോസ് തൻ്റെ ജീവിത അനുഭവം പറയുകയാണ്. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വചനം വായിക്കുമ്പോൾ അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഉന്മത്തിനെ പോലെ ഞാനും പറയുന്നു, ഞാൻ കുറെ കൂടെ മെച്ചപ്പെട്ട ദാസനാണ്. കുറെ കൂടെ മെച്ചപ്പെട്ട ഏറ്റു പറയണം കേട്ടോ. കൂടെ മെച്ചപ്പെട്ട ദാസൻ. അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു, വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, പലതവണ മരണവക്രത്തിൽ അകപ്പെട്ടു, 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് 1 കുറേ 40 അടി വീതം ഞാൻ കൊണ്ടു. എന്ത് കിട്ടിയതുണ്ട്? ഇത് അടിയെല്ലാം കൊള്ളേണ്ടി വന്നത് അഭിഷേകം കിട്ടിയുണ്ട്. ശ്രവണത്തിൽ ഹല്ലേലൂയ. പൗലോസ് എന്ത് കിട്ടിയോണ്ട് അടി കിട്ടുന്നത്? കൃപ കിട്ടിയോണ്ടാ. കൃപ കിട്ടിയാൽ സഹനം ഉറപ്പാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. കൃപയുടെ ഭാഗമാണ്. കാരണം കൃപ നിനക്ക് നിധിയുണ്ട്, നിൻ്റെ ഉള്ളിൽ നിധിയുണ്ട്, നിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. ഇത് നിനക്ക് പോലും അറിഞ്ഞുകൂടാ, പക്ഷേ ആർക്കറിയാം? പിശാചിനെ അറിയാം. സ്ഥിരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. നീ തിരഞ്ഞെടുക്കപ്പെട്ട മകനാണോ മകളാണോ നിനക്ക് തന്നെ അറിയത്തില്ല, പക്ഷെ ആർക്കറിയാം? ദുഷ്ടാരൂപയ്ക്ക് അറിയാം. സ്ഥിരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് നിന്നെ എപ്പോഴും യാത്ര എവിടെയെല്ലാം നിന്നെ ഏതെല്ലാം തരത്തിൽ ഉപദ്രവിക്കാൻ പറ്റുമോ അതെല്ലാം ഉപദ്രവിക്കുന്നു കാണാൻ പറ്റും. പക്ഷെ അവിടെ ഒന്നും പേടിക്കണ്ട. സ്ഥിരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. റോമലേഖനം 8:15 നമുക്ക് ലഭിക്കാനിരിക്കുന്ന ബാക്കി പറ മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകളെല്ലാം നിസ്സാരമാണ്. ഒന്ന് കൈയടിച്ചേ, എന്നാട്ട് കൈയടിച്ചേ. ഓരോ ഉച്ചത്തില് പ്രൈസലോ കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ഹല്ലേലൂയ. അപ്പോൾ നീ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആയതുകൊണ്ടാണ് നിനക്ക് എന്ത് കിട്ടുന്നത്? ഉറക്കെ പറഞ്ഞേ. പക്ഷേ സഹനം, കുരിശുകൾ, പീഡനങ്ങൾ, വേദനകൾ, നിരാശകൾ ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം നീ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആയതുകൊണ്ട്, ദൈവം തന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെയാണ് പിശാചിന് എന്നോട് കടുത്ത അസൂയുള്ളവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പിശാചിൻ്റെ രോഗം എന്താണ്? അസൂയ. പിശാചിൻ്റെ രോഗം ഒറ്റ രോഗമുള്ളൂ അവന് അസൂയ മാത്രമേ ഉള്ളൂ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഈ അസൂയ കൊണ്ട് അവൻ നമ്മെ നശിപ്പിക്കാൻ നോക്കിയാണ്. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 23-24. ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു. ഏറ്റു പറഞ്ഞേ, ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു, തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു. സർവ്വപ്രത്യേക ഹല്ലേലൂയ. പിശാചിൻ്റെ അസൂയ നിമിത്തം അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. പിശാചിൻ്റെ അസൂയ. അപ്പം നിന്നെക്കാളും പിശാചിന് അസൂയ. കാരണം നീ ആരുടേതാണോ, നീ ആരെ വിളിക്കുന്നു, നീ ആരുടെ പേര് വിളിക്കുന്നു? യഥാർത്ഥ ദൈവത്തിൻ്റെ, യഥാർത്ഥ രക്ഷകൻ്റെ, കർത്താവിൻ്റെ പേര് നീ വിളിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ അവന് നിന്നോട് കടുത്തമായ അസൂയ തോന്നുന്നു. സർവ്വപ്രത്യേക പറഞ്ഞ ഹല്ലേലൂയ. കൈകളടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ പോരാ ഉച്ചത്തില് ശരിക്കും ഈ അൽഫോൻസാമയ്ക്കൊക്കെ ഇതുപോലെ സഹനം വരാൻ കാരണം എന്താ? അവൾ ആരുടേതായി കഴിഞ്ഞു? പറഞ്ഞേ. അത് ആർക്കറിയാം? പിശാച്. അവൾ ഈശോയുടെ സ്വന്തമായി തീർന്നു. അതുകൊണ്ടാണ് അടിക്കുന്നത്. അവൾക്കിട്ട് അടികടിക്കുന്നതിൻ്റെ അവൾ ഉറക്കത്തിലും പകലും രാത്രി എല്ലാം ഇപ്പോഴും പലതരം പീഡനങ്ങൾ കൊടുക്കുന്നത് അവൾ ഈശോയുടേതായി തീർന്നെന്ന് പിശാചിന് മനസ്സിലായി. സർവ്വപ്രത്യേക ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കും. നമുക്ക് നന്ദി പറയാം പ്രിയപ്പെട്ട മക്കളെ. ഈ കർത്താവ് മിശിഹായുടെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെ ഒക്കെ അനന്തര ഫലമായി നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളായിട്ട് ഉയർത്തപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം സ്വർഗത്തിൻ്റെ മക്കളായിട്ട് ഉയർത്തപ്പെട്ടിരിക്കുന്നു. അഭിഷേകത്തിനും വിശ്വസിക്കുന്നോ? ഒറ്റ വിളി ഹല്ലേലൂയ. കൈകളടിച്ച് കർത്താവ് നന്ദി പറ്റേ. പോരാ ഉച്ചത്തില് ആമേൻ. പ്രൈസ് ദി ലോർഡ്.
കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെറിയൊരു ഗ്രൂപ്പിന് ഒരു 10, 100, 200 പേര് പോലും ഇല്ലാത്ത ഇവിടുത്തെ ഒരു ഗ്രൂപ്പിന് ഞാനിങ്ങനെ ധ്യാനം നടത്തുക. പ്രൈസ് ദി ലോർഡ്. ധ്യാനം നടത്തുന്ന സമയത്ത് ഭയങ്കര അഭിഷേകം, സ്തുതിപ്പിൻ്റെ സമയത്ത് ഭയങ്കര ശബ്ദം എന്ന് വെച്ചാൽ ഒരു 10,000 പേര് സ്തുതിക്കുന്ന സ്വരമാണ് ഞാൻ കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആളുകൾ നോക്കുമ്പോൾ അതിനുള്ള സ്തുതിപ്പൊന്നും ഞാൻ കാണുന്നു. പക്ഷേ എന്ത് ഇത്ര സ്വരം വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മാവ് എന്നോട് പറഞ്ഞു, ഇവർ മാത്രമല്ല, ഈ കൂട്ടത്തിലൂടെ ഒരുപാട് മാലാഖമാരും കൂടെ സ്തുതിക്കുന്നത് അരൂപിയിൽ എനിക്ക് വെളിപ്പെട്ട് കിട്ടും. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട മക്കളാണ് നമ്മൾ. നമ്മുടെ കൂടെ ദൈവദൂതന്മാരുണ്ട്, ദൈവിക സാന്നിധ്യമുണ്ട്, ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവിടെ നീ പാപിയാണെന്ന് പറഞ്ഞ് അവിടെ നിരാശയോട് കഴിയണ്ട. നിന്റെ പാപം ആരേറ്റെടുത്തു? പറഞ്ഞ് നമ്മുടെ കർത്താവായ യേശു നിന്റെ പാപം കുരിശിലേറ്റെടുത്തു, നിന്നേക്ക് മോചനം തന്നു കഴിഞ്ഞിരിക്കുക. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഇത് ആണ് റോമലേഖനം 8:1. ആകയാൽ ഇനി യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. പറഞ്ഞ് ആകയാൽ ഇനി യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷ. ഈശോ തൻ്റെ പീഡാസനത്തിൻ്റെ കുരിശുമരണത്തിൻ്റെ ഫലമായിട്ട് നിന്നെ വീണ്ടെടുത്ത് നിന്നെ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് കൈയടിച്ച് കർത്താവ് നന്ദി പറയട്ടെ. അഭിഷേകം തന്നെ ഉച്ചത്തിൽ നന്ദി പറഞ്ഞു, നന്നായിട്ട് പറഞ്ഞു ഒക്കെ പറഞ്ഞു ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 12 മുതൽ വചനം, വളരെ മനോഹരമായൊരു വചനം പൗലോസ് നമ്മെ പഠിപ്പിക്കുന്ന വചനം ഇതാണ്: ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുക. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. സഹോദരരെ, ഞാൻ തന്നെ ഇനിയും അത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസ് പറയാം, യേശു ക്രിസ്തു എന്നെ, പക്ഷെ എനിക്ക് തന്നെ അത് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടേക്ക് നിങ്ങളെ മുഴുവൻ കർത്താവ് സ്വന്തമാക്കിയതാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് അറിയത്തില്ല. ചിലപ്പോൾ അച്ഛൻ ഞാൻ ശരിക്കും ഈശോടെ ആണോ വെച്ചോ? പ്രൈസ് ദി ലോർഡ്. അത് നീ ഈശോടേത് തന്നെയാണ്. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ പേടിക്കേണ്ട. നീ കർത്താവിൻ്റെ സ്വന്തമാണ്. നീ ദൈവത്തിൻ്റെ നാമത്തിൽ ഈശോയുടെ സ്വന്തം മക്കളെ സ്ഥലപ്പെടുത്തി ഹല്ലേലൂയ വിശ്വസിക്കുക, നന്ദി പറയുക. ഏത് പീഡനങ്ങളുടെ, സഹനങ്ങളുടെ, കുരിശുമരണങ്ങളുടെ, ദുഃഖങ്ങളുടെ, കണ്ണുനീരിൻ്റെ നടുവിൽ നീ ധൈര്യപൂർവ്വം പറയണം, ഞാൻ ആരുടെ സ്വന്തമാണ്. പറഞ്ഞേ, ഞാൻ ആരുടെ സ്വന്തം? ഞാൻ ഈശോ എന്നെ മഹത്വപ്പെടും. ഈശോ എനിക്ക് തൻ്റെ ആത്മാവിന് നൽകി, തൻ്റെ കൃപ നൽകിയിരിക്കുന്നു, തൻ്റെ അഭിഷേകം നൽകി, തന്നെ ഉയർത്തി നിർത്തിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നീ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും കർത്താവിൻ്റെ സ്വന്തം. കർത്താവില്ലാന്ന് ചില സമയത്ത് നീ ഓർക്കും. നിന്നെ കേൾക്കുന്നില്ല, നിന്നെ കാണുന്നില്ല, നിന്നെ മനസ്സിലാക്കുന്നില്ല, നീ ഓർക്കും. പക്ഷേ അങ്ങനെ നീ കരുതരുത്. നിന്നെ കാണുന്നുണ്ട്, നിന്നെ കേൾക്കുന്നുണ്ട്, നിന്നെ അറിയുന്നുണ്ട്. നീ ഇവിടെ ഇരിക്കുന്ന പോലും കർത്താവിൻ്റേതായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. വേറെ ആരുടേതായിട്ടല്ല നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ആണോ? അല്ലല്ല. നിങ്ങൾ ഈശോയുടെ സ്വന്തമായിട്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് ദൈവത്തെ നന്ദി പറഞ്ഞ മക്കളെ സന്തോഷത്തോടെ നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. പൗലോസ് പറയും, യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കി. നീ പറഞ്ഞ് യേശു ക്രിസ്തു എന്നെ, എല്ലാവരും പറഞ്ഞ് യേശു ക്രിസ്തു എന്നെ സ്വന്തമായി. ഞാൻ തന്നെ ഇതറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ ഓടുകയാണ്. യേശു ക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിനോട് ഞാൻ അഹോരാത്രം ശ്രമിക്കുക. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ക്രിസ്തുവിൽ മാമോദിസ സ്വീകരിച്ച് ക്രിസ്തുവിൽ അംഗമായിരിക്കുന്ന മുഴുവൻ ആളുകൾ, നിങ്ങൾ ഭയപ്പെടേണ്ട കേട്ടോ. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണ് നിങ്ങൾ. തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണ്. നീ പാപി ആയിരുന്നു, പക്ഷേ ഇപ്പം നീ പാപിയല്ല. കാരണം നീ ആര് സ്വന്തമാക്കി? പറഞ്ഞേ യേശു ക്രിസ്തു. നിന്റെ പാപം ആരേറ്റെടുത്തു? പറഞ്ഞേ, ആര് പറഞ്ഞു? നിന്റെ ഘോരഘോര പാപങ്ങൾ ആരേറ്റെടുത്തു? ഈശോ ഏറ്റെടുത്തു. അങ്ങനെ നിന്നെ വീണ്ടെടുത്തൊരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. നീ ഹല്ലേലൂയ. രാവും പകലും നീ ദൈവത്തെ സ്തുതിക്കണം. അവിടുന്ന് നിൻ്റെ കൂടെയുണ്ട്. നീ സ്നേഹിക്കുന്ന ദൈവം നിൻ്റെ കൂടെയുണ്ട്. ആ ദൈവം നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിൻ്റെ ശരിക്കുള്ള അമ്മ ഞാനാണെന്നുള്ളതാണ് കർത്താവ് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ശരിക്കുള്ള അപ്പനമ്മ ഞാൻ തന്നെയാണ് ദൈവം നിന്നെ പഠിപ്പിക്കുക. ശ്രവണത്തിൽ പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 13:1-4 വരെയുള്ള വചനം വായിക്കുമ്പോൾ ഈശോയുടെ പീഡാസഹനത്തിൻ്റെ തുടങ്ങുന്ന സമയം, അതായത് അന്ത്യത്താഴത്തിൻ്റെ ആരംഭത്തിൽ ഈശോയെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞൊരു വാക്കുണ്ട്. അവൻ അവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. പറഞ്ഞേ, അവൻ അവരെ സ്നേഹിച്ചു.
അവസാനത്തുള്ളി ചോര വരെ. യോഹന്നാൻ 19:34 പറയുവേ, ആ പടയാളികൾ ഒരുവൻ അവൻ്റെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി, അവിടെ ചോരയും വെള്ളവും ഒഴുകപ്പെട്ടു. അത് കണ്ട ആൾ തന്നെ അത് സാക്ഷ്യപ്പെടും. അവൻ്റെ സാക്ഷ്യ സത്യമാണ്. അതെന്ന് വെച്ചാൽ അവൻ സ്നേഹിക്കുക, ഈശോ ചോര ചിന്തി സ്നേഹിക്കുക, അത്രമാത്രം സ്നേഹിക്കുക. അതുകൊണ്ട് പറഞ്ഞു ഹല്ലേലൂയ. യോഹന്നാൻ 15:12 മുതൽ പറഞ്ഞിട്ടുണ്ട്, സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. അവർക്ക് പറയാം, ഒരാൾക്ക് വേണ്ടി ജീവൻ ബലി കൊടുക്കുന്ന ആ ഒരു അങ്ങനെ നമുക്ക് വേണ്ടി ജീവൻ ബലി കൊടുത്ത ഒരേ ഒരാളെ നമുക്കുള്ളൂ. ആര് മാത്രം? പറഞ്ഞ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നാം പാപികളായിരിക്കെ, നാം അശുദ്ധരായിരിക്കെ, ദൈവത്തിനെതിരെ ദൈവകോപം മേടിച്ചെടുത്ത് അങ്ങനെ പാപത്തിൽ കഴിഞ്ഞിരുന്ന, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന നമുക്ക് വേണ്ടി അവൻ കുരിശിൽ രക്തം ചിന്തി മരിച്ചു. അങ്ങനെ അവൻ നമ്മെ അത്രയധികം സ്നേഹിച്ചു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അവൻ തൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത് സ്വന്തമാകുക. ആ കർത്താവിൻ്റെ സ്വന്തമാണ് ഈ ഇരിക്കുന്നത് ഓരോ മകനും ഓരോ മകളും എന്നറിഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. റോമ 5:5 പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന് നന്ദി പറയണം. എപ്പോഴും നന്ദി പറയണം. എപ്പോഴും നന്ദി പറഞ്ഞാൽ മതി മക്കളെ. ദൈവം നമ്മളെ കേൾക്കാത്ത ദൈവമല്ല, കേൾക്കുന്ന ദൈവമാണ്. ഈ സഹനങ്ങളുടെ പീഡകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ ആരുണ്ട്? പറഞ്ഞേ, ദൈവം ഉണ്ടോ മക്കളെ? യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ് ഓർ യെസ്. അപ്പോൾ ആരുമില്ല നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ ആരുണ്ട്? നമ്മൾ ഒറ്റപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ കൂടെ ആരുണ്ട്? നമ്മൾ തളർന്നിരിക്കുമ്പോൾ ആര് കൂടെ ഉണ്ട്? നമ്മളെ മനസ്സിലാക്കാൻ ആരുമില്ലെങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ്. ആ ദൈവം ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ വാക്കെന്താ? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അതെപ്പോഴും ഈശോ കൊണ്ട് ഞാൻ നിങ്ങൾ കൂടെയുണ്ട്. സമാധാനം, ഭയപ്പെടേണ്ട, കൂടെയുണ്ട്. ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയട്ടെ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ ഇടയിലോട്ട് നിറയട്ടെ. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈശോയുടെ മക്കളാണ്. ഈശോ കൊണ്ട് എന്തുകൊണ്ട് നമ്മളോട് ഈ പിശാച് നമുക്ക് ഇടയിലുണ്ടാകുന്നു? നാം ദൈവത്തിൻ്റെ മക്കളായി തീർന്നുകൊണ്ടാണ്. പ്രൈസ് ലോർഡ്. അവിടെ പിശാചിന് ഭയങ്കര അസൂയ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അസൂയുള്ളത് നമ്മളോട്. അസുരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. കാരണം എന്താ അറിയാമോ? കാരണം എന്താ പറയുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ കാണാവേ, വെറും സാധാരണ അടിമകളായിട്ട് കഴിഞ്ഞിരുന്ന ഒരു ജനതയെ ദൈവം ലോകത്തിൽ ഏറ്റവും വലിയ ജനതയാക്കി ആരുയർത്തി? പറഞ്ഞ് പഴയ ഇസ്രായേൽ ജനത്തെ ഉയർത്തിയതാരാ? വളർത്തിയതാരാ? ഒന്നുമില്ലാതിരുന്നവർക്ക് മനോഹരമായ തേനും പാലും ഒഴുകുന്നൊരു രാജ്യം തന്നെ ദൈവം കൊടുത്ത് അവരെ ഉയർത്തുക. എല്ലാ അവരും ഇത് കണ്ടിട്ട് ചുറ്റുമുള്ള രാജ്യങ്ങൾക്കെല്ലാം അവരോട് ഭയങ്കര അസൂയ. അങ്ങനെയാണ് യുദ്ധങ്ങളും അസൂയ. കാരണം അവരുടെ വളർച്ച ഒരു വല്ലാത്ത വളർച്ചയാണ്. ഈ വളർച്ചയുടെ കാരണം അവർക്ക് ആരാണ് ഇതെല്ലാം കൊടുത്തത്? പറഞ്ഞേ. ഇതുപോലെ നമുക്കും എല്ലാം തന്നുകൊണ്ടിരിക്കുന്ന ആരാണ്? ദൈവമാണ്. ഇത് കണ്ടിട്ട് ലോകത്തിന് ഒരുപാട് അസൂയുണ്ട്, പിശാചിന് അസൂയുണ്ട്. നമ്മളെ ദൈവം വളർത്തുന്നു. ഒന്നുമില്ലായ്മ ദൈവം നമ്മൾ ഒരുപാട് ഉയർത്തുന്നു. ആ ദൈവത്തെ നമുക്ക് മറക്കാതെ സ്തുതിക്കുക. ഹല്ലേലൂയ. സ്തുതിക്കുക. ഉച്ചത്തില് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അത് കൈയടിച്ച് കർത്താവ് നന്ദി പറയട്ടെ. പോരാ. കരങ്ങൾ ഉയർത്തി അടിച്ച് സ്വർഗത്തിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഇവിടെയെല്ലാം വ്യാപരിക്കട്ടെ. ആമേൻ. ശ്രമത്തെ പറഞ്ഞേ ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വലിയൊരു വചനമുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് നൽകുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അച്ഛനോട് ചേർന്ന് ഏറ്റിയുള്ള യെശയ്യാ 41:8 മുതൽ, എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രാഹത്തിൻ്റെ സന്തതി, നീ എൻ്റെ ദാസനാണ്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും മാമോദീസ എന്ന ദൈവവിളിയിലൂടെ നിന്നെ ദൈവം ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് നീ ഉറപ്പിച്ചോളൂ. പ്രൈസ്. ദൈവം നിന്നെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് നിനക്ക് വിളി കിട്ടിയ വ്യക്തി, നീ അനുഗ്രഹം കിട്ടിയ വ്യക്തിയെ പ്രൈസ്. നീ സംശയിക്കൊന്നും വേണ്ട. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. യോഹന്നാൻ 6:44, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും ഈശോ തിരഞ്ഞെടുത്തത്, ഈശോട് പിതാവായ ദൈവത്തിന് ഇഷ്ടപ്പെട്ട മക്കളാണ്. ഇവിടേക്കുന്ന ഓരോരുത്തർ നിന്നെയൊക്കെ കർത്താവ് സ്നേഹിക്കുന്നു. കർത്താവ് കൂടെയുണ്ട്. ആ ഒരു ഭയം, അത് ചിലപ്പോൾ സമയം നമുക്ക് ഓർത്തു പോകും. നമുക്ക് ദൈവം നമുക്ക് കൂടെയുണ്ട്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ അറിയാൻ വേണ്ടിയാണ്. 2 കരം കൊടുത്ത് പറഞ്ഞ ഹല്ലേലൂയ.
10-ാമത്തെ വചനം പറയാണ്, വീണ്ടും വായിക്കും. ഇനി ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, വിദൂര ദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും, ഇന്നിവിടെ വന്നിരിക്കുന്ന മുഴുവൻ മക്കൾക്കും കർത്താവ് നൽകുന്ന വാക്കിതാണ്, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം വാഗ്ദാനങ്ങളിൽ ദൈവം വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നോ? ഹല്ലേലൂയ. ആ ദൈവം നിൻ്റെ കൂടെയുണ്ട്. അമ്മ പറയും, അപ്പം പറയും, എല്ലാവരും നിന്നെ മോശമെന്ന് പറയുക, നീ കൊള്ളില്ല, ചേരത്തില്ല, നീ ഭാവിയ, അതാണ് ഇതാണ് ഒക്കെ പറയും. നീ ഒന്നും കേട്ട് പേടിക്കൊന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. നീ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനാൽ പേര് ചൊല്ലി വിളിക്കപ്പെട്ട വ്യക്തി തന്നെയാണ്. നീ അതോർത്ത് ദൈവത്തിന് കോടാനുകൂടി നന്ദി രാവും പകലും നീ പറയണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റു പറഞ്ഞ എല്ലാവരും, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഞാൻ വീഴാൻ തുടങ്ങുമ്പോൾ നിന്നെ ആര് താങ്ങി നിർത്തും? എങ്ങനെ? തൻ്റെ വിജയകരമായ വലത് കൈ. അപ്പം നിനക്ക് ആരുടെ കൈ കിട്ടും? എപ്പോഴും പറഞ്ഞ് അപ്പൻ്റെ സപ്പോർട്ട് കിട്ടണമെന്നില്ല, അമ്മയുടെ സപ്പോർട്ട് കിട്ടും, നാട്ടുകാരുടെ സപ്പോർട്ട്, ദൈവത്തിൻ്റെ വലതുകരം നിന്നെ താങ്ങി നിർത്തും. പ്രൈസ് ദി ലോർഡ്. അച്ഛനെ ശുശ്രൂഷയായിട്ട് ഇത്രയും 24 വർഷമായിട്ട് ഞാനിവിടെ എത്തിയപ്പോൾ ശരിക്കും തിരിഞ്ഞു നോക്കുമ്പോൾ മനുഷ്യർ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ടെങ്കിലും ശരിക്കുള്ള സഹായം എനിക്ക് കിട്ടിയത് എൻ്റെ ദൈവത്തിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വലതുകരമാണ് എന്നെ താങ്ങി നിർത്തിയത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വലതുകരം അത് ഭയങ്കര ശക്തമായ കരവാണ്. പ്രൈസ് ദി ലോർഡ്. ഓരോ രാവും പകലും ഞാൻ അനുഭവിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. അത് നിനക്ക് കൊണ്ടോട്ടും നിന്നെയും കർത്താവ് സഹായിക്കുന്നുണ്ട്. പ്രൈസ്, നീ സംശയിക്കൊന്നും വേണ്ട. നീ ഈശോയുടെ അടുത്തോട്ട് വന്നാൽ മതി. ആ ദൈവത്തിൻ്റെ സ്നേഹം നിന്നെ നോക്കിക്കോളൂ. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ഇവൻ്റെ ഒന്നും പുറകെ പോകേണ്ട ആവശ്യമില്ല, ആരുടെ സപ്പോർട്ട് തേടാൻ പോകേണ്ട ആവശ്യമില്ല. കർത്താവിൻ്റെ കരം നിന്നെ സംരക്ഷിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ തിരിഞ്ഞു നോക്കണം, നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇഷ്ടംപോലെ. മക്കൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, ഭാര്യയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, ഭർത്താവിന് ഒരുപാട് സഹനങ്ങളുടെ കണ്ണുനീരിൻ്റെ സമയത്തും ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നാളെ നേരം വെളുക്കുമോ എന്ന് തന്നെ പേടിച്ച പല ദിനരാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശരിയാണോ അച്ഛൻ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവിടെയെല്ലാം എങ്ങനെയോ ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തി, നമുക്ക് ഉറക്കം തന്നു. പ്രൈസ് ദി ലോർഡ്. സുഖകരമായ ഉറക്കം തന്നു. അവിടെയും ദൈവം നമുക്കൊരു വലത് കൈയായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇപ്പോഴും ആ ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ ഉണ്ടോ? നീ അറിയുന്നുണ്ടോ? ഇപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ വലതുകരം ഇന്നിവിടെ പിടിച്ചുകൂടെ കൂട്ടിക്കൊണ്ടു വന്നതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ അറിയാതെ തന്നെ പിടിച്ചുകൊണ്ട് ദൈവം ഇവിടെ നിങ്ങളെ കൂട്ടിക്കൊണ്ടു വരികയാണ്. ദൈവം നിങ്ങളെ കൈവിടാതെ വട്ടം പിടിച്ച് തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് നിർത്തിയിട്ടുണ്ടെന്ന് വിശ്വസിച്ച് ദൈവം നന്ദി പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വസിക്കുക. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടുള്ള മക്കളൊന്ന് കൈ ഉയർത്തിപ്പിച്ച് കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഒരുപാട് സ്നേഹിക്കുന്നുണ്ടോ? ആ ദൈവമാണ് എന്നെ കൈപിടിച്ച് നടത്തുന്നത്, ഇവിടം വരെ എത്തിച്ചത്. അത് വിശ്വസിക്കുന്ന മക്കൾ 2 കരമെത്തി ഒറ്റ വിളി ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ അടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ഉച്ചത്തിൽ. ആമേൻ. വായിക്കാം, വീണ്ടും വായിക്കാം. എന്നോട് ചേർന്ന് വായിക്കണം. അങ്ങോട്ട് ഏറ്റി വരണം. ഞാൻ സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തലതാഴ്ത്തും. നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തലതാഴ്ത്തും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തത്, നിന്നോട് നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായിത്തീരും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവഭക്തനോട് ഏറ്റുമുട്ടുമ്പോൾ സൂക്ഷിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഏറ്റുമുട്ടുന്നവൻ സൂക്ഷിച്ചോണം, അവൻ തകർന്നൊന്നുമല്ലാതായിത്തീരുമെന്നാണ് ദൈവവചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ ശത്രുക്കളെ
സ്നേഹിക്കുക. നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾ തിരിച്ചൊന്നും ചെയ്യേണ്ട. പ്രൈസ് ദി ലോർഡ്. അന്ധകാര ശക്തികൾക്കെതിരെ ദൈവം പ്രവർത്തിച്ചോളും. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ആ പ്രാർത്ഥന ഒന്നും ചിന്തിക്കും. നിങ്ങൾ ഈശോയെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഈശോ തന്നെ ദൈവദൂതന്മാരെ അയച്ച് എന്താണോ ചെയ്യേണ്ടത് അതവിടെ ചെയ്ത് തീർത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കൂട്ടായ്മയിലേക്ക് നിങ്ങൾ ഈശോയുടെ സ്വന്തമായിട്ട് ചെയ്യും. എന്താണോ ചെയ്യേണ്ടത് അതവിടെ ദൈവം ചെയ്തിരിക്കും. നീ പോലും അറിയാതെയാണ് നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളത്. ആണോ? പ്രൈസ് ദി ലോർഡ്. ആണോ? അപകടങ്ങൾ രക്ഷപ്പെട്ടത് നീ ചോദിച്ചിട്ടാണോ? ഒന്നുമില്ല, നമ്മൾ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. അതൊക്കെ അത് ദൈവം അതോട് ചെയ്തു. കാരണം നീ ഇപ്പോൾ ആരുടേതാ പറഞ്ഞേ, നീ ആരുടേതാ പറഞ്ഞേ? നീ ഈശോയുടെ സ്വന്തമാണ്. ഈശോയുടേതായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ ഈശോ നോക്കിക്കൊള്ളൂ. നീ വിശ്വസിക്കണം. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. പോരാ 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 പോരാ. ഹല്ലേലൂയ. അഥവാ നമുക്കൊരു അപകടങ്ങളോ അനർത്ഥങ്ങളോ സംഭവിച്ചാലും അത് നമ്മുടെ നല്ല ദൈവം നമുക്ക് നന്മയായിട്ട് മാറ്റിത്തരും. വിശ്വസിക്കുന്നു. ഏത് സഹനം വന്നു, അതാണ് റോമ 8:15. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും. ഈ സമയത്ത് ആ ദൈവത്തെ നമുക്ക് നന്ദി സ്തുതിക്കാം. നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ കൂടെയുള്ള, പരിപാലിക്കുന്ന, സ്നേഹം തന്നെയായ, കണ്ണുനീരൊപ്പുന്ന ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തെ നന്ദി പറയാം. കൈവിടാത്ത ദൈവത്തെ നന്ദി പറയാം. കൈകളടിച്ച് ദൈവത്തെ നന്ദി പറഞ്ഞേ. പോരാ പോരാ. ഉച്ചത്തിൽ കൈയടിച്ചേ. ദേവാലയ പരിസരത്തുള്ളവരൊക്കെ കൈയടിച്ച് 4 വർഷങ്ങൾ ദൈവത്തിന് കൈയടിച്ചു. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് വിശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഏറ്റുകണം എന്നോട് ചേർന്ന് കേട്ടോ. നിന്നോട് ഏറ്റുമുട്ടുന്നവർ ലജ്ജിച്ച് നശിച്ച് ഒന്നുമല്ലാതായിത്തീരും. നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. അപ്പം നിന്റെ വലത് കയ്യിൽ ആര് പിടിച്ചിട്ടുണ്ട്? പറഞ്ഞേ. ഉറപ്പുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിന്റെ വലത് കയ്യിൽ കർത്താവ് പിടിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ ഇവിടെ ഒക്കെ കൊണ്ടുവന്നത് ഒന്നുമല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഇവിടെ കൈ പിടിച്ച് കൊണ്ടുവന്നത് നിന്റെ ദൈവമായ കർത്താവാണെന്ന് നീ ഓർത്ത് ദൈവത്തിന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ. ഇവിടെ കാണാൻ പറ്റും 2 കാര്യം. ഈ നിൻ്റെ എന്ന് പറയുമ്പോൾ അത് സിംഗുലർ, അതിൻ്റെ പ്ലൂറൽ ഫോമുകൾ ധ്യാനിക്കാം. പ്രൈസ് ദി ലോർഡ്. അതായത് നിൻ്റെ ഇസ്രായേൽ ജനത്തെ ദൈവം ഒരു വ്യക്തി എന്ന പോലെ സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയതമൻ എന്ന് പറയുന്ന പോലെ സംസാരിക്കുന്ന കാണാൻ പറ്റും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. വധൂവരൻ ഇതുപോലെയാണ്. പഴയ നിയമത്തിൽ കാണുന്നത് ദൈവവും മനുഷ്യനും ഇസ്രായേൽ ജനവും തമ്മിലുള്ള ബന്ധം വരനും വധുവും തമ്മിലുള്ള ബന്ധം പോലെയാണ്. അത്ര ആത്മബന്ധമാണ് ദൈവത്തിന് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തോട്. ഇതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിൽ ഈശോ മിശിഹായിലൂടെ വീണ്ടെടുക്കപ്പെട്ട തിരുസഭയോടും നമ്മുടെ കർത്താവിന് അതുപോലത്തെ ഒരു ബന്ധം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നേക്കരുത്. വധുവരനനുസരിച്ച് അതുപോലെ ആത്മബന്ധമുണ്ട്. ഹല്ലേലൂയ. 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 അതുപോലൊരു ബന്ധത്തിലാണ്. അതുകൊണ്ടാണ് നിന്റെ കൈ വലത് കൈ പിടിച്ച് എന്ന് പറയുമ്പോൾ സഭയുടെ വലത് കൈയിൽ ആര് പിടിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. പറഞ്ഞേ കർത്താവ് കൈവിടുവോ? കർത്താവ് കൈവിടുവോ? ഒരിക്കലും ലോകാവസാനം വരെയും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ കർത്താവ് സഭയുടെയും വലത് കൈ. അതുപോലെ സഭയിലുള്ള ഓരോ അംഗത്തിൻ്റെയും വലത് കൈയിൽ ആ കർത്താവ് മുറുകെ പിടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നീ ഓർത്ത് ദൈവത്തിന് രാവും പകലും നീ ദൈവത്തിന് നന്ദി പറയണം. ദൈവത്തിൻ്റെ വചനം അതുപോലെ തന്നെ ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5:17-20 വരെയുള്ള വചനം വായിക്കും കാണാവേ. അവിടെ ഈശോ പറയുന്നുണ്ട്, ആകാശവും ഭൂമിയും മാറും, എൻ്റെ വചനങ്ങൾക്ക് മാറ്റമുണ്ടാകുകയില്ല. ഞാൻ പറഞ്ഞ വാക്ക് അതുപോലെ പാലിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ, നീ ഇവിടെ നിൽക്കുമ്പോൾ ഓർത്തോണം, നിൻ്റെ വലത് കൈയിൽ കർത്താവ് പിടിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം അറിയാതെ നിനക്ക് യാതൊന്നും സംഭവിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം അറിയാതെ നിനക്ക് ഒന്നും സംഭവിക്കില്ല. തലമുടി ഒരു തലമുടിയുടെ താഴെ വീഴണമെങ്കിൽ പോലും ആരറിയുന്നുണ്ട്? ദൈവം അറിയുന്നുണ്ട്. ആ ദൈവം അറിയാതെ അതുപോലെ സംഭവിക്കില്ല. അപ്പോൾ ആ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഇടപെടൽ നന്ദി പറയാം. ദൈവത്തിൻ്റെ അത്ഭുതമായ പരിപാലനയ്ക്കും വഴി നടത്തുന്നതിന് നീ എപ്പോഴും നന്ദി പറയണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ.
യേശുവേ ആരാധന. കൈകളടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കുക. പോരാ ഉച്ചത്തിലോ ആമേൻ. വീണ്ടും പറഞ്ഞ് ഏറ്റു പറഞ്ഞു, നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായിത്തീരും. നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഉറക്കെ പറഞ്ഞ്, കൃമിയായ യാക്കോബേ, ഇസ്രായേല്യരെ ഭയപ്പെടണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ. ഞാൻ നിന്നെ പുതിയതും, ഉച്ചത്തിൽ പറഞ്ഞ്, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു മെതിവണ്ടിയാക്കും. നീ മലകളെ മെതിച്ച് പൊടിയാക്കും, കുന്നുകളെ പതിരുപോലെയാക്കും. നീ അവയെ പാറ്റുകയും കാറ്റവയെ പറപ്പിച്ച് കളയുകയും കൊടുങ്കാറ്റ് അവയെ ചിതറിക്കുകയും ചെയ്യും. നീ കർത്താവിൽ ആനന്ദിക്കും, ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളും. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോ ദൈവമകനും ദൈവമകളും ദൈവത്തിന് നന്ദി പറയുക. കർത്താവ് നമ്മെ മുറുകെ പിടിച്ചിരിക്കുന്ന ഈ നാളുകളെ ഓർത്ത് നന്ദി പറയുക. ഈ അവസരത്തിൽ നീ കർത്താവിന് മുഴുവനായിട്ട് നിന്നെ ഇത്രമാത്രം കർത്താവ് സ്നേഹിക്കുമ്പോൾ ആ കർത്താവിൻ്റെ കൈകളിൽ നിൻ്റെ ജീവിതം നീ മുഴുവനായിട്ട് വിട്ടുകൊടുക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നീ ഒരു കാര്യം ഞാൻ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന കർത്താവിനെ നീ ഒരിക്കലും നീ സംശയിക്കരുത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന കർത്താവിന് നിൻ്റെ ജീവിതം മുഴുവൻ നീ കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരാ ഈ ഭൂമിയിൽ? ശരിക്കും പറഞ്ഞ് ആരാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്? പറഞ്ഞേ ഈശോയെ സ്നേഹിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. എല്ലാ വസ്തുക്കളെക്കാളും എല്ലാ വ്യക്തികളെക്കാളും നമ്മളെക്കാളും ഉപരിയായിട്ട് ആരെ സ്നേഹിക്കേണ്ടത്? ഈശോയെ. വേറെ ആർക്കും ആ സ്ഥാനം കൊടുത്തേക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പനോ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ മകനോ മകൾക്കോ നാട്ടുകാർക്കോ കൂട്ടുകാർക്കോ ആർക്കും ആ സ്ഥാനം കൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഈശോയ്ക്ക് കൊടുക്കുന്ന സ്ഥാനം ഈശോയ്ക്ക് മാത്രം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഈശോയ്ക്ക് മാത്രം കൊടുക്കണം. അവർക്ക് വസ്തുക്കൾക്കൊന്നും കൊടുക്കരുത്. അതിനേക്കാൾ ഉപരി ഒന്നിനെ സ്നേഹിക്കരുത്. ഈശോയേക്കാൾ ഉപരി ഒന്നിനെ സ്നേഹിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സ്നേഹിക്കുമ്പോൾ അത് ചെയ്യാൻ നീ കടപ്പെട്ട വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം വെച്ചാൽ നിന്നെ മരണത്തിൻ്റെയും പാപത്തിൻ്റെയും നരകത്തിൻ്റെയും അടിമത്തിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ച് രക്ഷിച്ചു വീണ്ടും യഥാർത്ഥത്തിൽ നിന്റെ ജീവിതത്തെ ഉയർത്തി വളർത്തിയത് ദൈവമായ കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥത്തിൽ നീ തല ഉയർത്തി പിടിച്ചിരിക്കുന്നതിൻ്റെ കാരണം അവനോ അവളോ ഇവനോ കാരണമോ അല്ല, ദൈവം കാരണമോ. പ്രൈസ് ദി ലോർഡ്. നീ ഇവിടം വരെ എത്തിയത് ദൈവം കാരണമാണ്. ദൈവമാണ് നിന്നെ ഉയർത്തിയത്, ദൈവമാണ് നിന്നെ വളർത്തിയത്, നിന്നെ ഉയർത്തിയത്. ആ ദൈവത്തെ നീ ഒരിക്കലും മറക്കരുത്. മതി. അതാണ് ഒന്നാം സ്ഥാനം വെച്ചു. ആ ദൈവത്തെ മറന്നുള്ള എല്ലാ കൂട്ടുകെട്ടുകളും അതാണ് പാപം. സർവ്വത്തെ ഹല്ലേലൂയ ഹല്ലേലൂയ. കൈകളോട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കുക. പോരാ ഉച്ചത്തില് നാമേ. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്നെ വളർത്തുന്ന ഉയർത്തുന്ന ദൈവമാണ്. ആ ദൈവത്തെ നീ മറക്കരുതെന്ന് ചോദിച്ചു. അല്ലാണ്ട് ഇവിടെ വന്നത് നിനക്ക് സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, വിശ്വാസം കിട്ടി ഏറ്റവും വലിയ അനുഭവം. ഈ ഭൂമിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ക്രൈസ്തവ വിശ്വാസം നമുക്ക് കിട്ടി എന്നുള്ള ഏറ്റവും വലിയ കാര്യം. ഈ ദൈവത്തെ അറിയാനും അനുഭവിക്കുവാനും നമുക്ക് കൃപ കിട്ടി. സഭയിൽ പഴയ നിയമത്തിൻ്റെ ഇസ്രായേലിന് എന്നാ നിലയും വിലയല്ലേ. അവരെ കാണുന്ന ആൾക്കാർ ഭയപ്പെട്ടു പോവുകയാണ്. കാരണം അവർ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. അതേ സംഭവമാണ്. അതിൻ്റെ 10 ഇരട്ടി മഹത്വത്തോടെയാണ് ഈശോ മിശിഹായിലൂടെ വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമത്തിൻ്റെ തിരുസഭ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതിലെ അംഗമായി നിൽക്കുമ്പോൾ അതിൻ്റെ അംഗമായി അവൻ്റെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കാൻ പാനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരു ജനതയെന്ന് വെച്ചാൽ ഇത്രയേറെ മഹത്വം, ഇതിനേക്കാളും വലിയ അനുഗ്രഹം നമുക്ക് ഇനി കിട്ടാനില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാം തന്ന ദൈവമാണ്. ആ ദൈവമാണ് എല്ലാം തന്നത്. നമുക്ക് മാതാപിതാക്കളെ തന്നു, നമുക്ക് മക്കളെ തന്നു, നമുക്ക് കുടുംബം തന്നു, നമുക്ക് ജീവിതം തന്നു, വിശ്വാസം തന്നു, എല്ലാം തന്നു, സഹനവും തന്നു, എല്ലാം തരും. ആ ദൈവം നമ്മൾ നടത്തുന്ന വഴി ആ ദൈവത്തിൻ്റെ കൈ പിടിച്ചാണ് നമ്മൾ നടക്കുന്നത്. ആ ദൈവത്തെ നീ മറക്കരുത്. ആ ദൈവത്തെക്കാൾ ഉപരി ഒന്നിനെ നീ സ്നേഹിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിനെതിരെ ഒന്നും ചെയ്യരുത്. ഒരു ചെറിയ തെറ്റ് പോലും ചെയ്യാൻ പാടില്ല. ഒരു വാക്കുകൊണ്ട് പോലും ആ കർത്താവിനെ കബളിപ്പിക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ചിന്ത കൊണ്ട് പോലും ആ ദൈവത്തെ മറക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം നിന്നെ ഇവിടം വരെ എത്തിച്ചത് നിന്റെ ദൈവമായ കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഇവിടം വരെ ഉയർത്തിയത് ദൈവമായി. വിശ്വസിക്കുന്ന മക്കളെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 63:16 ശ്രദ്ധിച്ചോണേ. ശ്രദ്ധിച്ചോളെ. ഹല്ലേലൂയ. ഇസ്രായേൽ ഞങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിലും അങ്ങാണ് ഞങ്ങളുടെ പിതാവ്.
കർത്താവേ, അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ വിമോചകൻ എന്നാണ് പണ്ട് മുതലേ അങ്ങയുടെ നാമം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പണ്ട് മുതലേ അങ്ങയുടെ നാമം, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്. അങ്ങ് ഞങ്ങളുടെ പറഞ്ഞ് ആരാണ് പറഞ്ഞത്? യു ആർ മൈ ഫാദർ, മൈ ഫാദർ. ദൈവം നമ്മുടെ പിതാവാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ അപ്പനാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സൃഷ്ടാവാണ്. നമുക്കെല്ലാം ആ ദൈവം നമ്മുടെ വലത് കൈ പിടിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ ദൈവം നടക്കുന്ന സമയം ഒന്ന് ശ്രദ്ധിച്ചോണം, വളരെ ശ്രദ്ധിച്ചോണം. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവചരിത്രം ഉയർച്ചയുടെയും തളർച്ചയുടെയും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഉയർച്ച, വീണ്ടും തളർച്ച, വീണ്ടും ഉയർച്ച, വീണ്ടും തളർച്ച. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഉയർച്ചയും തളർച്ചയും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവിടെയൊക്കെ ദൈവം അവരെ പരിപാലിക്കുന്ന സമയം. പ്രൈസ് ദി ലോർഡ്. ശരിക്കും ദൈവവചനം പഠിക്കുമ്പോൾ കാണാവേ, ഇസ്രായേൽ ജനം ഈജിപ്തിലോട്ട് പോയത് ശരിക്കും ദൈവഹിതപ്രകാരമല്ലെന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ദൈവം അവിടെ ആദ്യം ഒന്ന് പോയി ഒരു ഭക്ഷണമൊക്കെ കിട്ടി, യോസഫിലൂടെ കിട്ടി, അതിനുശേഷം വീട്ടിലോട്ട് തിരിച്ചു പോകേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവർ തിരിച്ചു പോകാതെ, ഇസ്രായേലിലോട്ട് തിരിച്ചു പോകാതെ ഈജിപ്തിൽ തന്നെ അങ്ങ് താമസം ഉറപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് ദൈവഹിതത്തോടല്ലായിരുന്നത്. അതോടെ ആ അടിമത്വമുണ്ട്. ശരിക്കും ദൈവത്തിൽ നിന്ന് അകന്നു പോയൊരു കാലഘട്ടമാണ്. അങ്ങനെയാണ് ശരിക്കും ദൈവത്തെ ഇസ്രായേലും ദേശത്ത് നിന്ന് യാക്കോബിൻ്റെ സന്തതികളോടും കൂടെ അവിടെ ചെല്ലുന്നുണ്ട്. ജോസഫിനെ മുൻകൂട്ടി വിട്ടു, അവരെ പട്ടിണിയൊക്കെ തീർത്തു. അതിനുശേഷം തിരിച്ചൊരു പോരേണ്ടതാണ്. പക്ഷെ അവരവിടെ അങ്ങ് താമസം ഉറപ്പിച്ചു. അപ്പം അവർ നോക്കിയപ്പോൾ പക്ഷെ അതല്ല, അവരവരുടെ നാട്ടിൽ നിൽക്കേണ്ടതാണ്. പ്രസവോഷം. പക്ഷേ ദൈവത്തെ ഉപേക്ഷിച്ച് ശരിക്കും ദൈവത്തെ മറന്നുപോയി. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഈജിപ്തിലെ ദേവന്മാരെയും ദേവതകളെയും ആരാധിക്കാൻ തുടങ്ങി. പ്രസലോഷം. സകല മന്ത്രങ്ങളും കുന്തവും എല്ലാ തിന്മയ്ക്കകത്തും. പക്ഷേ ആ സമയത്ത് ആ ദൈവം അവരെ ഉപേക്ഷിച്ചോ? ഉപേക്ഷിച്ചില്ല. ദൈവത്തെ അവർ മറന്നെങ്കിലും ദൈവം അവരെ മറന്നിട്ടില്ല. അബ്രാഹത്തോട് ദൈവം ചെയ്ത വാഗ്ദാനം അവിടെയും ദൈവം നിറവേറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം മോശയെ പിടികൂടുന്നത്. പ്രൈസ് ദി ലോർഡ്. പറയുന്നത്, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു. പ്രൈസ് ദി ലോർഡ്. കാരണം ഈജിപ്തിലുള്ള ആടെ ജനം പറഞ്ഞേ എൻ്റെ ജനം. അവർ ആരാധിക്കുന്ന മറ്റു പലതിനെയാണ്, പക്ഷേ ശരിക്കും അവർ ആരുടെ ജനമാണ്? പറഞ്ഞേ, യഥാർത്ഥ ദൈവത്തിൻ്റെ ജനമാണ്. അപ്പോൾ ദൈവം മോശയെ അയച്ചിട്ട് അവരെ അവിടുന്ന് വിമോചിപ്പിക്കുന്നതാണ്. അവിടെ ദൈവമാണ്. കാണത്തിൽ ഇവർക്കാർക്ക്, മോശയ്ക്ക് മാത്രമേ ദൈവത്തിൻ്റെ കരം വ്യക്തതയിൽ കാണാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ അവരെ അവിടുന്ന് മോചിപ്പിച്ച് വീണ്ടും തിരിച്ച് അവരുടെ നാട്ടിലേക്ക് ദൈവം തിരിച്ചു കൊണ്ടുപോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്യാൻ യു ഫോളോ മീ? ദൈവം കൊണ്ട് അവിടെ ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. ചെങ്കടൽ കടത്തുന്നൊക്കെ ദൈവമാണ്. പക്ഷെ ഇവരൊന്നും അറിയുന്നില്ല. അതാണ് ഏറ്റവും വലിയ രഹസ്യം. ഇതൊന്നും നമുക്കറിയാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ ധ്യാനിച്ചിരുന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. മരുഭൂമിയിലൂടെ പിന്നെ മരുഭൂമിയിലൂടെ കൊണ്ടുപോകും. ശ്രമപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. 40 വർഷം മരുഭൂമിയിലൂടെ പോകുമ്പോൾ ദൈവം അവർക്ക് കൂടെയുണ്ട്. പക്ഷെ അവർ ദൈവത്തെ ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നെപ്പോലും നിങ്ങളെപ്പോലും ആരെങ്കിലും പോലും കാണാൻ പറ്റില്ല. ദൈവം അവരുടെ അടുത്ത് വരുന്നത് ചില അടയാളങ്ങളിലൂടെയാണ്. ഹല്ലേലൂയ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരുടെ വീടിൻ്റെ മുന്നിൽ എങ്ങനെ കിടക്കും? പറഞ്ഞേ, മന്നായായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. നല്ല തീ ഇറങ്ങുന്ന മണലാരണ്യത്തിലൂടെ പോകുമ്പോൾ ആകാശത്തൊരു മേഘം വന്ന് ഇങ്ങനെ കൂടെ നിൽക്കുകയാണ്. ദൈവം വെളിപ്പെടുന്ന സാന്നിധ്യത്തിലൂടെ ചില അടയാളങ്ങളോട് ദൈവ സാന്നിധ്യം അവർ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരോട് പോയിട്ട് ജലം കുടിക്കും. ജലം കയ്പ് നീരായി കണ്ടപ്പോഴേക്കും അവിടെ ഒരു മരത്തിൻ്റെ കഷ്ണം എടുത്ത്, മരത്തടി എടുത്തിട്ട് അതിനകത്തിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് അതങ്ങ് മധുരിക്കുക. ദൈവ സാന്നിധ്യ അടയാളം കടന്നു വരിക. മാറായിൽ വെച്ച് പാറമേൽ മോശ വടി കൊണ്ട് അടിക്കുമ്പം വെള്ളമായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വരിക. ജലമായിട്ട്. ആ കൂടെ ദൈവമുണ്ട്. രാവും പകലും ഇസ്രായേൽ ജനം അവിടെ മരുഭൂമിയിൽ കഴിയുമ്പോൾ, കൂടാരങ്ങളിൽ വസിക്കുമ്പോൾ അതിന് മുകളിൽ ഇങ്ങനെ അപ്പൻ മക്കളെ സംരക്ഷിക്കുന്നത് പോലെ അത് പറയുന്നുണ്ട് കൃത്യമായിട്ടും. ആ വചനം അതേപടി തന്നെ ദൈവമായ കർത്താവ് നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്. നിയമാവർത്തനം 32:10 മുതലുള്ള വചനം.
അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി. അവനെ വാരിപ്പുണർന്നു, താല്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ്. ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന പോലെ, അല്ല കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെ അവർ കാണാതെ അവരുടെ മുകളിൽ ദൈവത്തിൻ്റെ ചിറക് ഉണ്ടായിരുന്നു. ആ ദൈവം അവർ പോലും അറിയുന്നില്ല. എന്നിട്ട് അവരതിലേക്ക് വിഗ്രഹങ്ങളൊക്കെ ആരാധിക്കാനൊക്കെ പോകും. ഓരോ തിന്മകളും എന്നാലും ആ ദൈവം അവരെ വാരിപ്പുണർന്ന് പിടിച്ചു കൊണ്ടുപോകുന്നത് കാണാൻ പറ്റും. എൻ്റെ ജനം, എൻ്റെ സ്വന്തം ജനം. ഇവിടേക്കും നിങ്ങൾ ഓരോരുത്തരും ഈശോമിശിഹായുടെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുന്ന ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ്. ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ്, സ്വന്തം ജനമാണ്. ദൈവം ഒരിക്കലും നമ്മളെ കൈവിടില്ല. ദൈവം ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കില്ല. ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഏത് അനർത്ഥങ്ങൾ ഏത് രീതിയിൽ വന്നാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. ആ ദൈവത്തെ നമ്മൾ അറിയാനായിട്ടുള്ള ഭാഗ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവ കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവ കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ 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 ആമേൻ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയാ 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 ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ തലകുനിച്ച് ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ ആമേൻ. ദേവിസോ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. മലഹമോട് ചേർന്ന് ഹല്ലേലൂയാ ഈശോ നോക്കിക്കൊണ്ട് ആരാധിക്കുന്നു. വിശുദ്ധരോട് ചേർന്ന് തിരുസഭയോട് ചേർന്ന് ആരാധിക്കുന്നു, ഞങ്ങൾ 12 അപ്പോസ്തലന്മാരോട് ചേർന്ന് കോടാനുകോടി മാലാഖമാരോട് ചേർന്ന് വിശുദ്ധരോടും രക്തസാക്ഷികളോട് ചേർന്ന് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒറ്റ വിളിച്ചോയേ അഭിഷേകം കൈയടിച്ച് പാടി ആരാധിക്കാം. പോരാ അഭിഷേകം കരങ്ങൾ ഉയർത്തി അടിച്ച് വാമേ അമേനെ സുനാദ വാമേ നമേ ദൈവപുത്ര ആമേ വാമേ സർവശക്ത നിത്യപിതാവേ വാമേ നമേ സുനാദ വാമേ നമേ ദൈവപുത്ര ആമേ വാമേ സർവശക്ത നിത്യപിതാവേ
ആമേൻ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാ ഒറ്റ വിളിച്ചോയേ കരങ്ങൾ ഉയർത്തി പിടിക്കട്ടെ, കണ്ണടച്ച് പിടിക്കട്ടെ. കരങ്ങൾ ഉയർത്തി കണ്ണടച്ച് പിടി. ഈ പരിശുദ്ധ കുർബാനയിൽ ജീവനോടെ എഴുന്നള്ളിരിക്കുന്ന സജീവനായ ദൈവത്തിൻ്റെ പുത്രനായ ഈശോ മിശിഹായുടെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ഈ കൂട്ടായ്മയുള്ള ഓരോ മകനെയും മകളെയും ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും അവയവം കുടുംബത്തിലും ഉപദ്രവിക്കുന്ന സകല തിന്മയുടെ അരൂപികളെയും കർത്താവായ ഈശോയുടെ നാമത്തിൽ ദാനിയേൽ 12:1 നിന്നുകൊണ്ട്, ദാനിയേൽ 10:14, 15 വചനത്തിൽ നിന്നുകൊണ്ട്, മത്തായി 16, 18, 19 വചനത്തിൽ നിന്നുകൊണ്ട്, 1 യോഹന്നാൻ 3:8 വചനത്താൽ, 22 വചനം കൊണ്ട് ആ തിന്മയുടെ അരൂപികളെ ബന്ധിക്കുന്നു. ബന്ധിച്ച് ലൂക്കാ 8:31 ബഹിഷ്കരിക്കുന്നു. ഈശോനാമത്തിൽ കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. മക്കളുടെ കുടുംബങ്ങളിലെ തകർച്ചകൾ, കുടുംബ പ്രശ്നങ്ങൾ, തകർച്ചകൾ, മാനസികമായി തകർന്ന മക്കൾ, തളർന്നിരിക്കുന്ന മക്കൾ, നിരാശയിൽ കഴിയുന്ന മക്കൾ, ദുഃഖത്തിനടിമപ്പെട്ട മക്കൾ, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ജീവിതങ്ങൾ, എല്ലാ തരത്തിലും ഒറ്റപ്പെട്ട ജീവിതങ്ങൾ, അവരുടെ മേലുള്ള ബന്ധനങ്ങളും കെട്ടുകളും അസ്വസ്ഥതകളും മൊത്തം ലൂക്കാ 4:18 പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അത് 12, 28, 29 അവയെ ബന്ധിച്ചിരിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. വിശ്വന്റെ കാൽച്ചുവട്ടിലേക്ക് ബഹിഷ്കരിക്കുന്നു. ഇവിടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ വേട്ടയാടുന്ന തിന്മയുടെ ശക്തികൾ, മന്ത്രവാദത്തിൻ്റെ ശക്തികൾ, കൂടോത്രത്തിൻ്റെ ശക്തികൾ, സാത്താൻ്റെ ശക്തികൾ, മന്ത്രവാദ, കൂടോത്ര, ക്ഷുദ്രവിദ്യ, ബ്ലാക്ക് മാസിലൂടെ കടന്നു വരുന്ന തിന്മയുടെ അരൂപികൾ, സാത്താൻ്റെ ആരാധകരിലൂടെ വരുന്ന തിന്മയുടെ അരൂപികൾ, പൈശാചിക ശക്തികളെ ആരാധിക്കുന്ന മക്കൾ തിന്മയുടെ അരൂപികൾ, ഓജോ ബോർഡ്, സാത്താൻ്റെ മേഖലകളിൽ കഴിയുന്ന മക്കളുടെ തിന്മയുടെ ശക്തികൾ, പൈശാചിക അരൂപികൾ ഈ കൂട്ടായ്മയിലുള്ള ഈ സഭാമക്കളുടെ മേൽ ഏതെങ്കിലും നേരിട്ടോ പരോക്ഷമായിട്ടോ ഇവരെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിൽ, ഇവരെ ബന്ധിക്കുന്നുണ്ടെങ്കിൽ, ഇവരെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ, ആ അന്ധകാര ശക്തി, അദൃശ്യ അരൂപികളെ മൊത്തത്തോടെ ഈശോ മിശിഹായുടെ നാമത്തിൽ അപ്പോസ്തലപ്രവർത്തനം 1:8 പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട്, ലൂക്കാ 9:1-2 അധികാര ശക്തി കൊണ്ട് ഞാൻ ബന്ധിക്കുന്നു. ബന്ധിച്ച് ലൂക്കാ 8:31 ബഹിഷ്കരിക്കുന്നു. സംഗീതം 2:5-10 ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന അറിയട്ടെ. ഈ മക്കളുടെ ജീവിതങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ, കുടുംബ ബന്ധങ്ങളെ, വ്യക്തി ജീവിതത്തെ നശിപ്പിക്കുന്ന മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, കഞ്ചാവ്, വ്യഭിചാരം, സ്വയംഭോഗം, സ്വവർഗരതികൾ, ബ്ലൂ ഫിലിമുകൾ, ഇന്റർനെറ്റ്, ടെലിവിഷന്, സീരിയല്, ഫിലിമുകൾ, മ്ലേച്ഛതയുടെ പൈശാചിക ബന്ധനത്തിൽ കെട്ടിക്കിടക്കുന്ന മക്കൾ ആരെല്ലാം ഈ കൂട്ടായ്മയിലുണ്ടോ അവൻ്റെ മേലും അവളുടെ മേലുള്ള ആ പൈശാചിക ചങ്ങലകളെ, ദുഷ്ടാരൂപികളുടെ ബന്ധനങ്ങളെ സംഗീതം 107, 16, 25 വചനം കൊണ്ട്, യെശയ്യാ 45, 2, 3, 4 വചനം കൊണ്ട്, 1 യോഹന്നാൻ 3:8 വചനം കൊണ്ട്, യെശയ്യാ 22, 22 വചനം കൊണ്ട്, യെശയ്യാ 11:5-6 വചനം കൊണ്ട് ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, അഴിക്കുന്നു. ലൂക്കാ 8:31 പറഞ്ഞേക്കുന്നു. അഴിയട്ടെ, അടിയട്ടെ, 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 അടിയട്ടെ. എല്ലാ മക്കളും ഈ ആലയത്തിൻ്റെ പരിസരങ്ങൾ 4 വശങ്ങളിലുമുള്ള ദൈവജനത്തിൻ്റെ മേലുള്ള എല്ലാ പൈശാചിക ചങ്ങലകളെയും കെട്ടുകളെയും ഈശോ മിശിഹായുടെ നാമത്തിൽ അഴിക്കുന്നു. അഴിച്ചു മരിച്ചു ദൂരെ പോകാൻ കൽപ്പിക്കുന്നു. ഈശ്വരത്തിൽ വിശ്വനാമത്തിൽ കൽപ്പിക്കുന്നു. മത്തായി 4, 10, 11 ബന്ധിച്ച് ബഹിഷ്കരിക്കുക. അടിയട്ടെ, ഒറ്റ വിളിച്ചോയേ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. വീണ്ടും കൽപ്പിക്കുന്നു, ഈ മക്കളെ ഉപദ്രവിക്കുന്ന തിന്മയുടെ ശക്തികൾ, കുടുംബ സമാധാനമില്ലായ്മ, കുടുംബ പ്രശ്നങ്ങൾ, വിവാഹ പ്രശ്നങ്ങൾ, പൈശാചിക പീഡകൾ, കുടുംബ വഴക്കുകൾ, സമാധാനത്തെ കുടുംബങ്ങൾ, പാപകരമായ ബന്ധങ്ങൾ കഴിയുന്ന ജീവിത പങ്കാളി, മക്കൾ, പ്രിയപ്പെട്ടവർ, അതുമൂലം തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളിലുള്ള ആ ദുഷ്ടപിശാചുകളുടെ നേരിട്ട് പരോക്ഷമായ പ്രവർത്തനങ്ങളോട് കൽപ്പിക്കുന്നു. ഈ കൂട്ടായ്മയുള്ള മുഴുവൻ ആളുകളുടെ ഈ വചനം കേട്ടുകൊണ്ട് ലോകമെമ്പാടും ഇരിക്കുന്ന മക്കളുടെ കുടുംബങ്ങളുള്ള ദുഷ്ടപിശാചുകൾ ഈശോ മിശിഹായുടെ നാമത്തിൽ ബന്ധിക്കുന്നു. 8:30 ബഹിഷ്കരിക്കുന്ന അടിയട്ടെ.
ഞങ്ങളുടെ തിരുസഭയെ തകർക്കുന്നതിന്മേടെ അരൂപികള്, തിരുസഭയെ തകർക്കുന്നതിന്മേടെ അരൂപികള്, ഉപദ്രവിക്കുന്ന അന്ധകാര ശക്തികൾ വ്യക്തികളുടെ, വസ്തുക്കളുടെ, സാഹചര്യങ്ങൾ, സംഭവങ്ങളുടെ, മറ്റാളുകളുടെ ഒക്കെ സഭയെ തകർക്കാനായിട്ട് പദ്ധതിയിട്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ അരൂപികളോടും കൽപ്പിക്കുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിൽ അന്ധകാര ശക്തികളെ മൊത്തത്തോടെ ബന്ധിക്കുന്നു. ബന്ധിച്ച് ലൂക്ക 8:30 ബഹിഷ്കരിക്കുന്നു. ദാനിയേൽ 12:1-2 ഇപ്പോൾ സംഭവിക്കട്ടെ. ദാനിയേൽ 12:1-2 സംഭവിക്കട്ടെ. ഒറ്റ വിളിച്ചോ. സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കണ്ണടച്ച് പിടിക്കട്ടെ. ഈ മക്കളുടെ മേലെ രോഗപീഠകളോട് കൽപ്പിക്കുന്നു. തലച്ചോറിനകത്തുള്ള രോഗങ്ങൾ, ക്യാൻസറുകൾ, ട്യൂമറുകൾ, തലയ്ക്കകത്തുള്ള എല്ലാത്തരം രോഗങ്ങൾ, ബന്ധനങ്ങൾ, കെട്ടുകൾ, മെനഞ്ചൈറ്റിസ് രോഗത്തിലൂടെ വന്നിരിക്കുന്ന തിന്മയുടെ ശക്തിയുടെ പ്രവർത്തനങ്ങൾ, തലയ്ക്കകത്തുള്ള പൂപ്പൽ രോഗങ്ങൾ, ചെവിക്കകത്തുള്ള കേൾവിയില്ലായ്മ, ഭയങ്കര രോഗപീഠകൾ, ട്യൂമറുകൾ, മാരകരോഗം, കണ്ണിനകത്തുള്ള കാഴ്ചക്കുറവിൻ്റെ രോഗങ്ങൾ, മാരകരോഗങ്ങൾ, പൈശാചികയുടെ കാഴ്ച ബന്ധനങ്ങൾ, തലച്ചോറിലെ രോഗങ്ങൾ, വിട്ടുമാറാ തലവേദന, മൈഗ്രെയിൻ്റെ വേദന, വിട്ടുമാറാ തലവേദനയാൽ പെടയുന്ന മക്കൾ, തലയ്ക്കകത്തുള്ള രോഗങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പലവിധ പൈശാചികപീഠകൾ, ഈ രോഗങ്ങളെ മൊത്തത്തോടെ ഇപ്പോൾ കൽപ്പിക്കുന്ന ലൂക്ക 9:1-2, മർക്കോസ് 16:20 വചനം കൊണ്ട് ബന്ധിക്കുന്ന ബഹിഷ്കരിയട്ടെ. മത്തായി 10:1-2 ബന്ധിച്ച് ബഹിഷ്കരിയട്ടെ. വായ്ക്കകത്തുള്ള രോഗങ്ങൾ, വായ്ക്കകത്തുള്ള ക്യാൻസറുകൾ, നാവേലുള്ള ക്യാൻസറുകൾ, തൊണ്ടയ്ക്കുള്ള ക്യാൻസറുകൾ, മൂക്കിനകത്തുള്ള വലിയ രോഗങ്ങൾ, മുഖത്തുള്ള രോഗപീഠകളോട് കൽപ്പിക്കുന്നു. തൊണ്ട ക്യാൻസറുകൾ, തൈറോയ്ഡ് രോഗങ്ങൾ, കഴുത്തിൻ്റെ അസ്വസ്ഥതകൾ, രോഗങ്ങൾ, കഴുത്തിൻ്റെ അസ്ഥികൾ, തേയ്മാനം, ഞെരുക്കങ്ങൾ, അസ്വസ്ഥതകൾ, ബന്ധനങ്ങൾ, കെട്ടുകൾ, മൊത്തത്തോടെ അവ മുഴുവൻ ഈശോ മിശിഹായുടെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്ന ബഹിഷ്കരിയട്ടെ. ഈശോ മിശിഹായുടെ നാമത്തിൽ ശാസിക്കുന്നു. ലൂക്ക 10:19 ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. സുഖമുണ്ടാകട്ടെ, ഡെലിവറൻസ് ഉണ്ടാകട്ടെ. ഈ സമയത്ത് ഡെലിവറൻസ് സംഭവിക്കട്ടെ, വിടുതൽ സംഭവിക്കട്ടെ. ഉദരത്തിലെ രോഗങ്ങൾ, ഉദരത്തിലുള്ള രോഗപീഠകൾ, കരികൾ ഉയർത്തി കണ്ണടച്ച് പിടിക്കട്ടെ. ഉദരരോഗം, വൻകുടലിലും ചെറുകുടലിലുള്ള മാരകരോഗം, മാറാരോഗം, പൈശാചിക രോഗപീഠകൾ, ശ്വാസകോശത്തിൻ്റെ രോഗങ്ങൾ, ശ്വാസകോശത്തിനുള്ളിൽ ട്യൂമറുകൾ, ക്യാൻസറുകൾ, ആസ്മ രോഗങ്ങൾ, ശ്വാസം മുട്ടൽ രോഗങ്ങൾ, വിട്ടുമാറാത്ത പനി, ജലദോഷ രോഗപീഠകൾ കൊണ്ടുള്ള രോഗപീഠകൾ, കരൾ സംബന്ധമായ മാരക രോഗം, കരളിൻ്റെ ട്യൂമറുകൾ, കരളിൻ്റെ ക്യാൻസറുകൾ, ലിവർ സിറോസിസ് രോഗങ്ങൾ, ഫാറ്റി ലിവർ രോഗങ്ങൾ, പൈശാചിക രോഗപീഠകൾ, ഈ രോഗപീഠകളെ മൊത്തത്തോടെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:30 ബഹിഷ്കരിക്കുന്നു. ഒറ്റ വിളിച്ചോയേ. ഈശോ അടിയട്ടെ കട്ടുമൊട്ടോട്ടെ ചങ്ങലപ്പെട്ടു. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എല്ലാത്തരം ബ്രസ്റ്റ് ക്യാൻസർ, ബ്രസ്റ്റ് ട്യൂമർ, സിസ്റ്റ് രോഗങ്ങൾ, മാരകരോഗം, മാറാരോഗം, ക്യാൻസറുകൾ, ഹാർട്ടിൻ്റെ ബ്ലോക്കുകൾ, ഹാർട്ടിൻ്റെ വാൽവിൻ്റെ രോഗങ്ങൾ, ഹാർട്ടിനകത്തുള്ള എല്ലാ ബ്ലോക്കുകൾ, തടസ്സങ്ങൾ, രോഗബന്ധനങ്ങൾ, കിഡ്നി രോഗം, കിഡ്നി സംബന്ധമായ മാരകരോഗം, കിഡ്നി 2 ഫെയിലറായിരിക്കുന്ന മക്കളെ രോഗപീഠകൾ, ഉദരത്തിലെ രോഗപീഠകൾ, പൈശാചിക രോഗപീഠകൾ, അൾസർ രോഗങ്ങൾ, പ്രഷർ രോഗങ്ങൾ, ഷുഗർ രോഗപീഠകൾ, യൂട്രസിൻ്റെ ക്യാൻസർ, യൂട്രസിൻ്റെ ട്യൂമർ, ഫൈബ്രോയിഡ് രോഗങ്ങൾ, പൈശാചിക രോഗപീഠകൾ, ബന്ധനങ്ങൾ, നട്ടെല്ലിൻ്റെ രോഗങ്ങൾ, നടുവിൻ്റെ വേദന, വിട്ടുമാറാത്ത നടുവേദന, പേശികളുടെ രോഗങ്ങൾ, വർഷങ്ങളായ ക്യാൻസറുകൾ, നടുവിൻ്റെ ക്യാൻസറുകൾ, ട്യൂമറുകൾ, കൈകളിലെ രോഗങ്ങൾ, കൈകളിലെ മാരകരോഗം, മാറാരോഗം, ക്യാൻസറുകൾ, വേദന, കൈകൾ ഉയർത്താൻ പറ്റാത്ത മക്കൾ, ഒരത്തിനുള്ള രോഗപീഠകൾ, സ്പോണ്ടിലോസിസ്, കഴുത്തിൻ്റെ അസ്ഥികളുടെ രോഗം, തേയ്മാന രോഗങ്ങൾ, ഈ രോഗപീഠകളെ വലയുന്ന ആരെല്ലാം ഈ കൂട്ടായ്മയിൽ ഇവിടെയുണ്ടോ, ഒരു കുടുംബത്തിലുണ്ടോ, ലോകത്തെവിടെയെല്ലാം ഉണ്ടോ, ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആ മക്കളുടെ മേലുള്ള രോഗപീഠകളെ, പൈശാചിക പീഠകളെ ഈശോ മിശിഹായുടെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന അറിയട്ടെ. ഇപ്പോൾ ഈ ലോകത്ത് എവിടെയെല്ലാം ഹോസ്പിറ്റലുകളിൽ കടന്നുകൊണ്ട് രോഗികൾ ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പുണ്ടോ, ഒരു കുടുംബത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ,
അവിടെയുള്ള രോഗപീഠകളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു. ബഹിഷ്കരിക്കുന്ന യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ലോകത്തെവിടെയെല്ലാം ദൈവമക്കളായിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ അഭിഷേകം ചെല്ലട്ടെ. ആടിയട്ടെ, ആടിയട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. കാൽമുട്ടിൻ്റെ രോഗം, കാൽപാദങ്ങളുടെ രോഗങ്ങൾ, കാലിലുള്ള വേരിക്കോസിൻ്റെ രോഗങ്ങൾ, കരിയാത്ത മുറിവുകൾ, വാതരോഗങ്ങൾ, രക്തവാത രോഗങ്ങൾ, കാലിൻ്റെ അസ്ഥികൾ ഒടിഞ്ഞത് മൂലമുണ്ട രോഗങ്ങൾ, അപകടപ്പെട്ടിട്ടുള്ള രോഗപീഠകൾ, നടക്കാൻ പറ്റാത്ത നടുവൊടിഞ്ഞു കിടക്കുന്ന രോഗികൾ, വാഹന അപകടങ്ങളിലൂടെ കിടക്കുന്ന രോഗികൾ ഈ ഭൂമിയിൽ എവിടെയെല്ലാം ഉണ്ടോ, ഈ സമയത്ത് ഉത്തിതനായ ഈശോയുടെ ശക്തി ഇപ്പോൾ അവിടേക്ക് ഒഴുകട്ടെ. കൽപ്പിച്ചുകൊണ്ട് കൽപ്പിക്കുന്ന യേശുനാമത്തിൽ രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ. ബന്ധിക്കുന്ന പരിഷ്കരിക്കട്ടെ. യേശുനാമത്തിൽ സൗഖ്യപ്പെടട്ടെ. ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന രോഗികൾ, ICUവിൽ കിടക്കുന്ന രോഗികൾ, വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗികൾ ഈ ഭൂമിയിൽ എവിടെയെല്ലാം ഉണ്ടോ, ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ട് ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടോ, അവിടെയെല്ലാം കർത്താവായ യേശുവിന്റെ നാമത്തിൽ അഭിഷേകം ഇറങ്ങട്ടെ. ബദലടിയട്ടെ. ഒറ്റ വിളിച്ചോ. എല്ലാത്തരം രഹസ്യ രോഗങ്ങൾ, സെക്ഷൽ രോഗങ്ങൾ, രഹസ്യ രോഗങ്ങൾ, ലൈംഗിക രോഗങ്ങൾ, മക്കളില്ലാത്ത ദമ്പതികളിലെ മാരക രോഗം, മാറാരോഗം, പൈശാചിക രോഗപീഠങ്ങൾ, സോറിയാസിന്റെ രോഗം, ശരീരം മുഴുവനുള്ള സോറിയാസിസ്, എക്സിമ രോഗങ്ങൾ, ആ രോഗങ്ങളിൽ വലയുന്ന മക്കൾ ആരെല്ലാം ഈ കൂട്ടായ്മയിലുണ്ടോ, ഇവിടെ കുടുംബങ്ങളിലുണ്ടോ, അവരിലേക്ക് ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന ഉദ്ധിതനായ ഈശോയുടെ സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് കൽപ്പിച്ചുകൊണ്ട് ഈശോമിശിഹായുടെ നാമത്തിൽ ലുക്ക 9:1-2 മത്തായി 10:1-2 വചനം കൊണ്ടും ലുക്ക 10:19 വചനം കൊണ്ടും സങ്കീർത്തനം 117, 107, 16, 20 വചനങ്ങൾ, സങ്കീർത്തനം 2:5-10 വചനം കൊണ്ടും ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ഈശോയുടെ നാമത്തിൽ ഈ രോഗങ്ങളെ ബന്ധിച്ചിരിക്കുന്നു, ബഹിഷ്കരിക്കുന്ന ഈശോയുടെ നാമത്തിൽ. വിശ്വ കാഴ്ചവട്ടിലേക്ക് പോട്ടെ. ഒറ്റ വിളിച്ചോ. യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ, എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ